വെൽക്കം ബാക്ക് ടു കെ ഫോക്കസ്. ഇന്ന് നമ്മൾ കെമിസ്ട്രിക്കകത്ത് സൊല്യൂഷൻ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, അതിനകത്ത് NCERT ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻസും CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാണെങ്കിലും A+ കിട്ടാനായിട്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സാം കുറച്ച് ടഫായി. അപ്പം കുറച്ചും കൂടി ഡെപ്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കണം. ഇപ്പം NCERT ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസിന് CBSE ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും രണ്ടിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം NCERT ബേസ് ചെയ്തിട്ടുള്ള NCERTക്കകത്തുള്ള ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ CBSE ബോർഡ് എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ A+ വേണമെന്നുള്ളവരും CBSE എക്സാം നമ്മുടെ CBSE ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും A1 വേണമെന്നുള്ളവരും നിർബന്ധമായിട്ട് ഈ വീഡിയോ കണ്ടേക്കണം കേട്ടോ, മിസ് ചെയ്യരുതേ. കഴിയുന്നതും നിങ്ങളിപ്പം വീഡിയോ കാണുമ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. കാരണം അവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി പിന്നെയും കാണാനും എഴുതാനും ഒക്കെ ഉള്ള സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു നോട്ട്ബുക്ക് അതിനായിട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടിയാലും, ഏത് ചാനലിൽ നിന്നോ ഏത് വീഡിയോയിൽ നിന്നോ ഏത് ബുക്ക് റെഫർ ചെയ്യുമ്പോഴോ ഏത് റെഫറൻസ് ബുക്ക് എടുക്കുമ്പോഴോ ഏത് ഗൈഡ് എടുക്കുമ്പോഴോ ക്ലാസ്സിൽ ഏത് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും എവിടെ നിന്നായാലും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഇപ്പോഴേ അങ്ങോട്ടേക്ക് സേഫ് ആക്കി വെക്കുക. ലാസ്റ്റ് എക്സാമിന് ജസ്റ്റ് എല്ലാം കൂടി നോക്കിയാൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് NCERT ടെക്സ്റ്റിനകത്തെയും പ്ലസ് CBSE ബോർഡ് എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. ഒരു A+ A1 ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഇന്ന് എൻ്റർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഫോർ ദ സൊല്യൂഷൻ ഓഫ് മീഥേൻ ഇൻ ബെൻസീൻ അറ്റ് 298 Kelvin is 4.27 × 10⁵ mm mercury. Calculate the solubility of methane in benzene at 298 Kelvin under 760 mm mercury. ഈ ക്വസ്റ്റിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? Solubility of methane in benzene ആണ്. ദാറ്റ് മീൻസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടേക്കാം, കാണാൻ മറന്നു പോരുതും. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള തിയറിയും കണ്ടൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതിനകത്തും കുറേ ന്യൂമറിക്കൽസും ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. വാൻ ഹോഫ് ഫാക്ടർ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ എല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഏറ്റവും ബ്രീഫായിട്ട്, എന്നാൽ എക്സാമിന് എഴുതാനായിട്ട് ഒട്ടും തന്നെ പോയിന്റ്സ് ഒന്നും മിസ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഓൾറെഡി വീഡിയോസ് ചെയ്തിരിക്കുന്നത്. അപ്പം കാണാൻ മറന്നു പോകരുതും. ഇടുന്ന എല്ലാ വീഡിയോസും സ്റ്റേറ്റും CBSE നമ്മുടെ രണ്ട് ഗ്രൂപ്പിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, രണ്ടുപേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചാപ്റ്റർ വൈസ് ഫുൾ എടുത്തു പോവുക എന്നതിനേക്കാളും കൂടുതൽ എക്സാം വെയിറ്റേജ് നോക്കിയുള്ള കണ്ടന്റും അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സാധാരണ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ഗ്രേഡ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് ഏത് ലെവലിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അതിനെക്കാട്ടിലും ഒരു ലെവൽ അല്ലെങ്കിൽ 2 ലെവൽ മുമ്പോട്ട് പോകാനായിട്ട്, അതുപോലെ A+ A1 എയിം ചെയ്യുന്നവർക്ക് ഒട്ടും തന്നെ മാർക്ക് മിസ്സാകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത്യാവശ്യം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോരുതും. ഒരു ലൈക്കും കൂടി ഇട്ടേക്കണേ. ഓക്കെ, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് മീഥേൻ ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഹെൻറീസ് ലോ എന്താ പറയുന്നത്? പ്രഷർ P = ഹെൻറീസ് കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഇനി സിമ്പിൾ അല്ലേ? ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് സ്റ്റേറ്റിന് വരാവുന്നതാണ്. ഒരു 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാമിന് CBSE ബോർഡ് എക്സാമിന് നേരത്തെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത്. KH. ഓക്കെ, ഇനി P എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 2 പ്രഷർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, 4.27 × 10⁵ തന്നിട്ടുണ്ട്. ദാണ്ട് ഇവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ട്, കാൽക്കുലേറ്റ് ദ സൊല്യൂബിലിറ്റി ഓഫ് മീഥേൻ ഇൻ ബെൻസീൻ അറ്റ് ടെമ്പറേച്ചറും അണ്ടർ 760 mm ഓഫ് മെർക്കുറി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ. കാൽക്കുലേറ്റ് ദ സൊല്യൂബിലിറ്റി അണ്ടർ 760 mm ഓഫ് മെർക്കുറി. ദാറ്റ് മീൻസ് വി ഹാവ് ടു put the value 760.
4.27 into 10 raised to 5. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.78 into 10 raised to minus 3 ആണ്. 1.78 into 10 raised to minus 3. ക്ലിയർ ആയോ? അടുത്തതും ഒരു ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. The vapor pressure of pure liquids X and Y at 25 degrees Celsius are 120 and 160. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. If equal moles of X and Y are mixed to form an ideal solution. ഈക്വൽ എമൗണ്ട് ആണ് എക്സും വൈയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്തു. അവിടെ നമുക്കൊരു ഹിന്റ് കിട്ടുന്നുണ്ട്. ഐഡിയൽ സൊല്യൂഷൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടിൻ്റെയും വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്. 120 mm ഓഫ് മെർക്കുറി ആണ് ഇവിടെ. ഇവിടെ 160 mm ഓഫ് മെർക്കുറി ആണ് അല്ലേ? വൈ ആണ്. ഓക്കെ, ഇനി എക്സും വൈയും ഈക്വൽ മോൾസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് എത്രയാണെന്ന് അറിയില്ല. ഈക്വൽ മോൾസ്, ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 1 മോൾ ഞാൻ അങ്ങ് എടുത്തു. റൈറ്റ്. ഇനി ക്വസ്റ്റിനകത്ത് തന്നെ നമുക്കൊരു ഹിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. മിക്സ്ഡ് ടു ഫോം ഐഡിയൽ സൊല്യൂഷൻ. ബോത്ത് ആർ മിക്സ്ഡ് ടു ഫോം ഐഡിയൽ സൊല്യൂഷൻ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ ഫോം ചെയ്തിരിക്കുന്ന ഐഡിയൽ സൊല്യൂഷനാന്ന് പറഞ്ഞു. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് അത് എന്ത് ഫോം ചെയ്യും? റോൾസ് ലോ ഫോളോ ചെയ്യും. ഐഡിയൽ സൊല്യൂഷൻ മീൻസ് ഇറ്റ് ഫോളോസ് റോൾസ് ലോ. അങ്ങനെയെങ്കിൽ പി ടോട്ടൽ ഈക്വൽ ടു P0x into mole fraction of x plus P0y into mole fraction of y. What is the mole fraction of x? X equal to 1 mole. Total x plus y is 1 plus 1. അല്ലേ? x ഉം y ഉം 1 mole ആണ്. അപ്പോൾ x plus y is 2. That equal to 0.5. Similarly, xy, mole fraction of y. Again, y is 1 mole by total number of moles. That is x plus y. X plus y is 1 plus 1. That is 2. Again, 0.5. Substituting, we have P total is equal to 120 into 0.5 plus 160 into 0.5. That is 60 plus 80. Am I right? 140 mm of mercury. Is it clear? Clear ayo? What role does the molecular interaction play in solution of alcohol and water? ആൽക്കഹോളും വാട്ടറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന മോളിക്കുലർ ഇൻട്രാക്ഷൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കഹോളിനകത്തും വാട്ടറിനകത്തും ഹൈഡ്രജൻ ബോണ്ട് ഒത്തിരി സ്ട്രോങ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മോളിക്കുലർ ഇൻട്രാക്ഷൻ കുറവായിരിക്കും, ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ വീക്കായിരിക്കും. മോളിക്കുലർ ഇൻട്രാക്ഷൻ അത് വീക്കായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ, നമുക്കറിയാം പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട് അല്ലേ. ഇവിടെ കാണിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം. ആദ്യം എന്താ പറഞ്ഞത്? strongest hydrogen bonding in
ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ഓക്കെ ആണോ? Therefore, weak molecular interaction. On mixing, the molecular interaction will be weakened. തീരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ they show positive deviation from ideal behavior. There is a strongest hydrogen bonding in both alcohol and water. Therefore, on mixing, the molecular interaction is weakened. So, they show positive deviation from ideal behavior. Clear ayo? Next question. An aqueous solution of 2% non-volatile solute exerts a pressure of 1.004 bar at normal boiling point of solvent. What is the molar mass of this solute? Solute in the molar mass find out cheyananu paranjirikkunnathu. Solution എന്ന് പറയുന്നത് 2% non-volatile solute 2% non-volatile solute സോൾവെന്റ് മിക്സ് ചെയ്തിരിക്കുന്നതാണ്. സോൾവെന്റ് എന്ന് പറയുന്നത് അക്യൂസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സോൾവെന്റ് വാട്ടറാണ്. സൊല്യൂട്ടിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2% ആണ്. സൊല്യൂഷന്റെ പ്രഷർ ഇവിടെ തന്നിട്ടുണ്ട് 1.004 ബാർ ആണ്. PS is equal to 1.004 ബാർ ആണ്. ഇവിടുത്തെ സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടറാണ് അല്ലേ? നമുക്കതിന് B0 is 1.013 ബാർ പഠിച്ചിട്ടാണ് കേട്ടോ. വാട്ടറിൻ്റെ പഠിച്ചിട്ടാണേ. ദെൻ 2% solute അല്ലേ? 2% solute means 2% solute. It means 2 gram solute in 100 gram solution. Am I right? 2 gram solute in 100 gram solution. 100 gram സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിനകത്ത് 2 gram സൊല്യൂട്ട് ഉണ്ട്. അപ്പോൾ സോൾവെന്റ് എത്രയായിരിക്കും? 98 gram. ക്ലിയർ ആണോ? സോൾവെന്റ് 98 gram ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. P0A മൈനസ് PS. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടേ. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടേക്കണം കേട്ടോ. Weight of the given mass of the solute by molecular mass of the solute into given mass of the solvent by molecular mass of the solvent by given mass of the solvent. It is 1.00013 minus 1.004 by 1.013 equal to WB. WB is the mass of the solute, that is 2 gram by MB. That is we have to find out. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് MB ആണ്. Into MA that is the molecular mass of the solvent. Solvent എന്ന് പറയുന്നത് വാട്ടർ ആണ്. വാട്ടർ ആകുമ്പോൾ 2 + 16 18 by then given mass of the solvent. Given mass of the solvent is 98 gram. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 98 കിട്ടും. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിന് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MB കിട്ടും. MB is equal to 41.35 gram per mole. സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. ബാക്കി ചെയ്യാൻ അറിയാമല്ലോ. ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 36 വരും.
എന്നിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എം ബി ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോകരുതേ. Give reason why the freezing point is raised when mercuric iodide is added to an aqueous solution of Ki. Mercuric iodide പൊട്ടാഷ്യം അയോഡൈഡായിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രീസിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്താ കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മെർക്കുറിക് അയോഡൈഡ് പൊട്ടാഷ്യം അയോഡൈഡുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ HgI4 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് മെർക്കുറിക് അയോഡൈഡും പൊട്ടാഷ്യം അയോഡൈഡും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് ആണിത്. അപ്പോൾ കോംപ്ലക്സ് ഫോം ചെയ്യുക എന്ന് പറയുമ്പം അവിടെ സൊല്യൂട്ടിൻ്റെ എണ്ണം കുറയുകയാണ്. നമ്പർ ഓഫ് സൊല്യൂട്ട് ഡിക്രീസസ്. അതായത് സൊല്യൂട്ടിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്യുകയാണ്. കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വരുന്ന നമ്പർ ഓഫ് സൊല്യൂട്ട്സ് കുറയുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം എടുത്തു, ക്ലോറിൻ എടുത്തു. ഇപ്പോൾ 2 സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? ഇത് ഫസ്റ്റ് പാർട്ടിക്കിൾ, സെക്കൻഡ് പാർട്ടിക്കിൾ. നമുക്കിവിടെ 2 പാർട്ടിക്കിൾ ഉണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്തു എന്ന് വെച്ചാൽ അവിടെ എത്രയേ ഉള്ളൂ? ഒരു പാർട്ടിക്കിളേ ഉള്ളൂ അല്ലേ? ഒറ്റ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് കൂടും? ഫ്രീസിംഗ് പോയിന്റ് കൂടും. ഫ്രീസിംഗ് പോയിന്റ് ഇസ് റേസ്ഡ്. ഫ്രീസിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, കാണാൻ മറന്നു പോരുതേ, കണ്ടേക്കണേ. അതിൻ്റെ അകത്ത് കുറേ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്തതുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ന്യൂമറിക്കൽസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം പഠിച്ചോണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാവേ.